ഹായ് ഫ്രണ്ട്സ്, സ്നേക്ക് റെസ്ക്യൂർ രാജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ അർദ്ധരാത്രി ഒരു വീട്ടിൽ നിന്ന് പെരുമ്പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോ ആണിത്. സ്നേക്ക് റെസ്ക്യൂയിങ് വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഒപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നെടുമങ്ങാട് കരിപ്പൂർ നിന്നുള്ള കോൾ അനുസരിച്ച് ഞാൻ ആ സ്ഥലത്തെത്തിയപ്പോൾ ഒരു വൻ ജനാവലി എന്നെ അവിടെ ഉണ്ടായിരുന്നു. ഈശ്വര, അവരെയൊക്കെ നിയന്ത്രിക്കാൻ ഒത്തിരി പാടുപെട്ട്. ഒരു പഞ്ചായത്ത് ഫുള്ളും ഉണ്ടായിരുന്നു. റോഡിൽ കൂടി എഴഞ്ഞു പോയ പാമ്പായിരുന്നു. അവിടെ കുറച്ച് പേര് സഭ കൂടി ഇരിക്കണം കണ്ടപ്പോൾ അവിടെ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി എത്തി നോക്കിയതായിരുന്നു. പക്ഷെ ആശാൻ അവിടെ പെട്ടുപോയി. ഏകദേശം 9 വർഷക്കാലത്തോളമായി ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ട്. ഈ പെരുമ്പാമ്പ് ഞാൻ പിടിക്കുന്ന 283ാമത്തെ പെരുമ്പാമ്പാണ്. ഒത്തിരി സംസാരിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എങ്കിലും പെരുമ്പാമ്പിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. പൈത്തൺ ഫാമിലിയിൽപ്പെട്ട ഇന്ത്യൻ റോക്ക് പൈത്തൺ എന്ന മലമ്പാമ്പ് അഥവാ പെരുമ്പാമ്പ് എന്ന് വിളിക്കുന്ന ഇവ 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 1 പെട്ടതാണ്. ആയതിനാൽ മാംസത്തിനോ തോലിനോ നെയ്ക്ക് വേണ്ടിയിട്ടോ പെരുമ്പാമ്പിനെ പിടിക്കുകയോ കൊല്ലുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്നവർ സൂക്ഷിക്കുക. 8ന്റെ അല്ല 18ന്റെ പണി പുറകെ വരും. ചില സന്ദർഭങ്ങളിൽ അണലിയെ പെരുമ്പാമ്പായിട്ടും പെരുമ്പാമ്പിനെ അണലിയായിട്ടും ചിത്രീകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അണലിയുടെ ശരീരത്തിൽ 3 ലെയറായിട്ട് വട്ടപ്പുള്ളികൾ ഉണ്ടെങ്കിൽ ഇവയുടെ ശരീരത്തിൽ ക്രമരഹിതമായ കറുത്ത വലിയ അടയാളങ്ങൾ കാണാം. ഇരയെ വരിഞ്ഞു മുറുക്കി കൊന്നതിന് ശേഷം വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, ഇത് ഇരയെ വിഴുങ്ങിയ ശേഷം ഏതെങ്കിലും വേരിനടിയിലോ അല്ലെങ്കിൽ മരത്തിൽ ചുറ്റിയോ ഒക്കെയാണ് ആ ഇരയുടെ ശരീരത്തിലെ എല്ലുകൾ ഒടിക്കാറുള്ളത്. തികച്ചും വിഷമില്ലാത്ത പാമ്പാണ് ഇവയെങ്കിലും ഇവയുടെ കടിയുടെ ആഘാതത്തിൽ വലിയ മുറിവുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇനി ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ തുടർന്ന് കാണാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. Ahí va. Puli. പുറകിലോട്ടിക്ക് നമുക്ക് ലൈവല്ല യൂട്യൂബിൽ ഇടാൻ ചേട്ടാ. അവിടെ നിന്ന് കുറച്ചുകൂടെ ബാക്കിറങ്ങ്. ഹൈവ കട്ട് ചെയ്തോണ
വീഡിയോ